ചാലൂട്ടി ഏയ് അച്ഛൻ വന്നു മോളെ. എവിടെ ആയിരുന്നു? നല്ല ആളാ. എന്തൊരു പോക്കാ മനുഷ്യ. പിള്ളേരെ കാത്തു കാത്തു മടുത്തു. പിള്ളേർക്ക് മാത്രമേ മടുത്തുള്ളൂ, നിനക്കൊട്ടും മടുത്തില്ലേ? ഇവര് കേക്കും. അവര് കേക്കട്ടെന്നേ, അവര് നമ്മുടെ പിള്ളേരില്ലയോ അല്ലേ? മറ്റവന്മാരെത്തിയേ ശരത്തേ. ആ ഇത് കണ്ടോ? ഓ ഇത് എന്തുവാടാ ഇത്? എന്റെ മോനെ സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയതാ. ആണോ? അല്ലേ? ദൈവമേ, ഇവനെ പഠിപ്പിച്ച് ഒരു IAS കാരനാക്കും. എന്നിട്ട് ചെറ്റ വീടൊക്കെ പൊളിച്ചു കളഞ്ഞ് ഈ ലോറിയും കൊടുത്തിട്ടുണ്ടല്ലോ, നല്ല ചുമന്ന ലൈറ്റ് വെച്ച സർക്കാർ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമല്ലടാ. ദേ മോനെ, പുതുശ്ശേരിക്ക് ആ ഉത്സവം വരുമ്പോ മോന് ഇഷ്ടമുള്ള എന്താ അവിടുന്ന് വാങ്ങിച്ചോ, അച്ഛൻ വാങ്ങിച്ചു തരാം കേട്ടോ. ഓ ശോടാ, അച്ഛൻ മറന്നുപോയല്ലോടാ മോനെ. എടാ പിണങ്ങാതടാ മോനെ. അതെ, മറ്റു സാധനം അതെന്താ? അതൊക്കെ ഉണ്ടേ. എടാ വാടാ. അച്ഛനും മോനും എന്തോ ഒരു ഒളിച്ചുകളിയുണ്ട്. ഞാൻ അറിയാത്ത മറ്റേ സാധനം എന്താ? നീ അറിയാത്ത മറ്റേ സാധനേ തൽക്കാലം നീ അറിയണ്ട. ക്രിക്കറ്റ് ബാറ്റാ അമ്മച്ചി. ഓ, അവനെ ഇപ്പൊ ദ്രാവിഡാക്കാൻ പോവാ. ഞാൻ വിചാരിച്ചു പഠിക്കാനുള്ള വല്ല പുസ്തകമായിരിക്കും. അച്ഛാ, ചേട്ടൻ വലിയ കളിക്കാരനാണ് മാഷുമാര് പറയുന്നത്. കേട്ടല്ലോടി ഇവള് പറഞ്ഞത്. നാളെ ഇവനൊരു രാഹുൽ ദ്രാവിഡാവില്ലാന്ന് ആര് കണ്ടു? പിന്നെ വളയം പിടിച്ചുണ്ടാക്കുന്ന കാശ് മക്കൾക്ക് വേണ്ടി ചെലവാക്കിയാലേ വീട് പട്ടിണിയാവും. കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കട്ടെ, എന്നാലേ പഠിക്കൂ. നിനക്ക് എന്തറിയാടി, ഒന്ന് ബോഡിയോടുന്നു. ഡാ പെണങ്ങല്ലേടാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. ഓ അവൻ്റെ ഒരു പിണക്കം. ദേ നീ പറഞ്ഞ ബാറ്റച്ചൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ വണ്ടിയിൽ ഇരിപ്പുണ്ട്, പോയി എടുത്തോ. പിള്ളേരെങ്ങനെ നശിപ്പിച്ചോ? ഞാനൊന്നും പറയുന്നില്ല. എടി പോത്തെ, ഇവര് നമ്മുടെ മക്കളല്ലേ, ഇവർ ഇഷ്ടം നമ്മളല്ല അവന് വേറെ ആരും സഹായിച്ചു കൊടുക്കും. പിന്നെ കഴുതേ ഇവള് കടി പൊടിയാത്ത് ഒരമ്മ നടക്കുന്നു. വാ മക്കളെ. പ്രഭാകരൻ വന്ന നിലയ്ക്ക് എന്തെങ്കിലും കുട്ടിക്കാതിരിക്കട്ടെ. അല്ല, ഒരു കണക്കിന് പ്രഭാകരൻ വന്നത് നന്നായി. എങ്കിലേ പൂരം ഒന്ന് കൊഴുക്കൂ. ശരിയാ പ്രഭാകരാ. പ്രഭേ, ഇതാരൊക്കെയാ? എല്ലാരും ഉണ്ടല്ലോ. ഇതെന്തുവാ? കോട്ടയം കഴിഞ്ഞാൽ കണ്ണൂര്, കാസർഗോഡ്, ഇനി പുതുശ്ശേരിക്കാവിലെ പൂരം കഴിഞ്ഞേ വരുള്ളൂ ഞങ്ങൾ കരുതിയത്. അതെന്നാ തോന്നല ഏട്ടാ, ഈ പ്രഭാകരനില്ലാത്ത എന്നാ പൂരമാ ഇവിടെ. അതുകൊണ്ടല്ലേ റെസ്റ്റ് പോലും ഇല്ലാതുള്ള ഓട്ടം മുഴുവൻ ഈ വണ്ടി ഓടി തീർത്തിട്ട് ഞാൻ ഇവിടെ തിരിച്ചെത്തിയത്. അല്ലെങ്കിൽ തന്നെ പൂരത്തിന് ഞാൻ വന്നില്ലെങ്കിൽ എന്റെ പിള്ളേര് സമ്മതിക്കുമോ? കോലകൾ രണ്ടുമൂന്നെണ്ണം നമ്മുടെ ശങ്കരൻ തീർത്തു വെച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ ഊരിൽ നിന്നിറങ്ങാനാ തീരുമാനം. അയ്യോ, ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. തോന്നിയോന്നോ? തോന്നിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് അല്പം ചെലവുള്ള കാര്യല്ലേ. അതിനിപ്പോ ഞാനെന്നാ ചെയ്യാനാ? ഞങ്ങളുടെ കൈ 10 പൈസയില്ല പ്രഭേ, നിന്നോടല്ലാതെ ആരോട് പറയാനാ? ഓ, എന്നാലും ഇപ്രാവശ്യത്തെ പുറപ്പാട് നമ്മുടെ ഊരിൽ തന്നെ ആണല്ലോ. മോശമായ നമുക്ക് തന്നെ നാണക്കേട്. ഞാൻ പുറകെ അങ്ങോട്ട് വരാം, നിങ്ങൾ ചെല്ല്. ഞങ്ങൾ ആൾക്കാരെ കാണുവേ. മക്കളെ, അവിടെ ഇരുന്ന് വികൃതി കാണിച്ച് ഉടുപ്പൊന്നും അഴുക്കാക്കല്ലേ. അച്ഛനും ശരത്തേട്ടനും ഇപ്പൊ ഇങ്ങെത്തും. സുഖുവോ? ചേച്ചി. എന്താ സുഖു? ചേച്ചി വണ്ടിയിലോട്ടൊന്ന് കേറാൻ. അയ്യോ, അതെങ്ങനെയാ? ചേട്ടൻ ഇപ്പൊ വരില്ലേ എന്നെ പിള്ളേരെ പൂരത്തിന് കൊണ്ടുപോവാൻ? ചേട്ടനൊന്നും വരത്തില്ലെന്നേ. ചേച്ചി വണ്ടിയിലോട്ട് കേറ. അതെന്താ സുഖു, നീ എന്താ ഒളിപ്പിക്കുന്നുണ്ടല്ലോ? ചേച്ചി അത് ആശുപത്രിയില്. ആസ്പത്രിയിലോ? എന്താ സുഖു, ആസ്പത്രിയിൽ എന്താ? ചേച്ചി കുട്ടികളെ വണ്ടിയിലോട്ട് കേറ. അയ്യോ മക്കളെ വാ. ആസ്പത്രിയിൽ എന്താ സുഖു, ഒന്ന് പറയാ. അവിടെ അല്ല മോളെ, ഇഞ്ഞു വാ. ஐயா வணக்கம். ஐயா வந்துட்டாரா? ஐயா காப்பாத்துங்க ஐயா, எல்லாம் முடிஞ்சிட்டாரு, எல்லாம் போயிட்டாரு ஐயா, எல்லாமே
எல்லோருக்கும் வணக்கம். வணக்கம் ஐயா. வணக்கம் ஐயா. ഉക്കാർ. കഴിഞ്ഞ 25 വർഷമായി ഈ സുബ്രഹ്മണ്യം കള്ളുകച്ചവടം നടത്തുന്നു. എന്റെ മദ്യം കഴിച്ച് ഇവിടെ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. കള്ളിൽ മായം ചേർത്തത് എന്നോട് ശത്രുതയുള്ളവരാണ്. പക്ഷേ ഈ നാടിന്റെ രോദനത്തിന് മുമ്പിൽ ഈ ചെറായ സുബ്രഹ്മണ്യം കരഞ്ഞു പോകുന്നു. ഇത് മാപ്പർഹിക്കാത്ത തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. നിങ്ങളെയൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നുള്ള ചിന്താക്കുഴപ്പത്തിലാണ് ഞാൻ. ഈ നഷ്ടങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി, കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ ഇടിഞ്ചു പൊളിഞ്ചു വീണ വീടുകൾ പുനർനിർമ്മിക്കുക, ഉപരിപഠനത്തിന് ഏർപ്പെടുന്നവർക്ക് അതിനുള്ള ധനസഹായം, എല്ലാം സ്വയം ഏറ്റെടുക്കാൻ ഒരു ലാഭേച്ഛയുമില്ലാതെ இந்த ചെറായ സുബ്രഹ്മണ്യം തയ്യാറാവുകയാണ്. നാളെ മുതൽ നിങ്ങളുടെ എന്താവശ്യവും എന്നോട് വന്ന് ചോദിക്കാം. മരണപ്പെട്ടവരെ തിരിച്ചു തരുന്ന ഒഴിച്ച് നടക്കുകയല്ലോ മുടിയാത്. അച്യുതാ, ഓ ഓരോരുത്തരെയും വിളിച്ച് அந்த தொகை അങ്ങ് കൈമാറ്. ശരി വരിയാരേ. பெரியவரே, உங்க கல்லை சாப்பிட்டு என்னோட கண்ணிന് കാഴ്ച போயாச்சு. குடிக்கிறது முன்னாடி ஒரு குழப்பமும் இல்லாருன்னு எல்லாம் போயாச்சு. தலைவரே, നമ്മുടെ മാന്തോപ്പക്കിട്ട് താമസിക്കാൻ വന്ന പുതിയ പാർട്ടിയാ. ഇവങ്ക പൊണ്ടാട്ടിയ உங்களுக்கு தெரியும். சரளா. தெரியும் தெரியும். அந்த குஷ்பு மாதிரி உள்ள பொண்ணு தானே. അവക്ക് കുശുമ്പ് ഇത്തിരി ജാസ്തി ആയിട്ടുള്ള ആളാ. കുശുമ്പല്ലടാ, കുഷ്ബു. എല്ലാവനോട് വീട്ടിൽ ചെന്ന് പണി കൊടുക്കാന്ന് സൊല്ലറാ. ആരെങ്കിലും തട്ടിപ്പോയാൽ തന്നെ രക്ഷിക്കാം. എന്നാടാ പുരിയില്ലേ? കണ്ണ് ദാനം ചെയ്യാൻ ആരെങ്കിലും വേണ്ട മുതലാളി. നമ്മുടെ കണ്ണിപ്പൊ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റുമോ? ഇനി ഇപ്പൊ മുതലാളിക്ക് സമ്മതമാണെങ്കിൽ മുതലാളി അങ്ങോട്ട് തുറന്നു കൊടുക്ക്. அப்படி ஒன்னும் சொல்லக்கூடாடா. இந்த கண்ணு தான் எனக்கு முதலு. இதும் போயாலும் அடேங்கப்பா, எனக்கு யோசிக்க முடியாதுடா. കണ്ടോ ഗോപി, പാവം അദ്ദേഹം കരയുന്നു കണ്ടോ. கூப்பிட்டு குர்றா. ശരി പെരിയവരെ. പുതുശ്ശേരിക്കാവ് ഇ കെ പ്രഭാകരന്റെ ഭാര്യ വനജ. ചെല്ലു മോളെ, ചെല്ല്. മോളി ഒന്ന് വാങ്ങിയില്ലേ? മോള് വാ. அடேங்கப்பா, அடிச்சுட்டானே ஃபர்ஸ்ட் பிரைஸ். வாம்மா வா. வாம்மா. அழகான பொண்ணோட லைஃப் இந்த மாதிரி ஆயலோ கடவுளே, என்னால தாங்க முடியாது. டேய் குடுறா. அம்மா செல்லம், பேர் என்ன? ശരണ്യ. அப்படியா? பார்த்தா படிச்ச பொண்ணு மாதிரி. என்ன ஹெல்ப் வேணுங்கிலும் என்னோட கேளுங்க. ஐயோ அழாதம்மா, அழாதம்மா. இத பிடிக்க சந்தோஷமா இருக்கு கடவுளே.